യാത്രകൾ പോകാൻ നാം ഓരോരുത്തരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ആ യാത്രകളിൽ എന്നും ഒരു സ്വപ്നഭൂമിയാണ് യൂറോപ്പ്. നമ്മളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഇവിടേക്ക് യാത്ര തിരിക്കും മുമ്പ് കുറച്ച് മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ്. യൂറോപ്പ് യാത്രയിൽ ഒട്ടും ഒഴിച്ചുകൂടാനാവാത്ത ഒരുക്കങ്ങളിലേക്ക് തുറക്കുകയാണ് ഇന്നത്തെ യാത്രയുടെ ജാലകങ്ങൾ. സൗന്ദര്യവും നിഗൂഢതയും നിറഞ്ഞ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലേക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഏവർക്കും സുസ്വാഗതം. യൂറോപ്പ് യാത്രയ്ക്ക് ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് രാജ്യമാണ്. യാത്രയ്ക്ക് തിരഞ്ഞെടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണമനുസരിച്ച് 1-2 രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതാവും ഉത്തമം. ഒരു രാജ്യവും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മൊത്തമായി കണ്ടു തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിലെ കാണാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക. അതും അവിടെയുള്ള എല്ലാ ആകർഷണങ്ങളും തിരക്ക് പിടിക്കാതെ കണ്ടാസ്വദിക്കാൻ സാധിക്കണം. ഏറ്റവും കുറഞ്ഞത് 8 മുതൽ 10 ദിവസങ്ങൾ യൂറോപ്പ് യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്താൽ നല്ലതാണ്. പക്ഷേ ഇത് സന്ദർശന സ്ഥലമനുസരിച്ച് കൂടിയും കുറഞ്ഞുമിരിക്കും. അതുപോലെ യാത്രക്കാരുടെ ലീവും മറ്റു വ്യക്തിപരമായ കാര്യങ്ങളാലും ഇതിൽ മാറ്റം വരാം. യൂറോപ്പിൽ ജൂൺ പകുതി മുതൽ ഓഗസ്റ്റ് വരെ വേനലവധിക്കാലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവർ എല്ലാവരും യാത്രയിലായിരിക്കും. ആ സമയം തിരക്ക് അത്രയധികമാണ്, ചൂടുകാലമാണ്. അതുപോലെ തന്നെ യാത്രയ്ക്കും താമസത്തിനുമൊക്കെ വില വളരെ കൂടുതലാണ്. യൂറോപ്പ് യാത്രയ്ക്ക് ഏറ്റവും നല്ല കാലയളവ് ഏപ്രിൽ മുതൽ ജൂൺ വരെയോ സെപ്റ്റംബർ മുതൽ നവംബർ വരെയോ ആണ്. പക്ഷേ നവംബർ അടുക്കും തോറും പകലിൻ്റെ ദൈർഘ്യം പതിയെ കുറഞ്ഞുകൊണ്ടിരിക്കും. അതിലേക്ക് നമുക്ക് വിശദമായി പിന്നീട് വരാം. യാത്രയ്ക്ക് തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിലെ പൊതു അവധി ദിവസങ്ങളും ഞായറാഴ്ചകളും മിക്കവാറും എല്ലാ ആകർഷണങ്ങളും അവധിയാകും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഡിസംബർ 25 ക്രിസ്മസ് ദിനം എല്ലാ സ്ഥലങ്ങളും അടവാണ്. യൂറോപ്പ് കാണാൻ ഏറ്റവും ഭംഗി തെളിഞ്ഞ ആകാശമുള്ള ദിവസമാണ്. യൂറോപ്പിൽ എവിടെ പോയാലും ആദ്യം അന്വേഷിക്കേണ്ടത് അവിടുത്തെ കാലാവസ്ഥയാണ്. അതറിയാനായി പല ആപ്ലിക്കേഷനും നിലവിലുണ്ട്. അതിൽ പോകാൻ ഉദ്ദേശിക്കുന്ന കൃത്യമായ സ്ഥലത്തെ താപനില അറിയാൻ പറ്റും. ഇനി അധികമായി മഴയുള്ള ദിവസമാണെങ്കിൽ ഇരുണ്ട അന്തരീക്ഷമായിരിക്കും. അക്കാരണത്താൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ സ്ഥലം ആസ്വദിക്കാൻ സാധിക്കണമെന്നില്ല. ഇനി നിങ്ങൾ തിരഞ്ഞെടുത്ത ദിവസങ്ങളിൽ ഇടയ്ക്ക് മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞാൽ ആ ദിവസം ഇൻഡോർ ആയിട്ടുള്ള ആകർഷണങ്ങൾ തിരഞ്ഞെടുക്കുന്നതാകും നല്ലത്. ഞങ്ങളുടെ ഒരു അനുഭവം പറയാം. ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിലെ ഇന്റർലാക്കൻ എന്ന നഗരത്തിലേക്ക് പോയിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയ ശേഷം ഒരു ദിവസം കാലാവസ്ഥയിൽ നേരത്തെ അറിഞ്ഞതിൽ നിന്ന് മാറ്റം വന്നു. മഴയാണെന്ന് അറിഞ്ഞു. ആ ദിവസം ഞങ്ങൾ ടോപ്പ് ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്ന യുങ്ഫ്രയോക്ക് സന്ദർശിക്കാനായി പോയി. അവിടെ വളരെ കുറച്ച് മാത്രമാണ് ഔട്ട്ഡോർ കാണാനുണ്ടായിരുന്നത്. മഞ്ഞുമൂടിയ പ്രദേശമായതിനാൽ അവിടെ മഴ പ്രശ്നമാകില്ല. നവംബർ പകുതി മുതൽ ശിശിരം ആരംഭിക്കും. തണുപ്പ് കൂടി വരും. മാത്രമല്ല പകൽ കുറഞ്ഞുകൊണ്ടിരിക്കും. യൂറോപ്പിൽ പൊതുവെ മാർച്ച് അവസാനം മുതൽ പകൽ കൂടിക്കൊണ്ടിരിക്കും. വേനലാകുമ്പോഴേക്കും സൂര്യൻ അസ്തമിക്കുന്ന സമയം രാത്രിയാകും. ഒക്ടോബർ വരെ ഇത് തുടരും. എന്നാൽ നവംബർ മുതൽ ഫെബ്രുവരി വരെ പകൽ വളരെ കുറവായിരിക്കും. ശിശിരത്തിൽ മിക്കപ്പോഴും ഇരുണ്ട അന്തരീക്ഷമാണ് കാണാറുള്ളത്. ഇലകളില്ലാത്ത മരങ്ങളും കൊടും തണുപ്പും മഞ്ഞു മൂടുന്ന സ്ഥലങ്ങളിൽ ചില ട്രെയിൻ റൂട്ടുകൾ വരെ അടച്ചിടും. യൂറോപ്പിൽ ഗതാഗതം വളരെ സുഗമമാണ്. ഏകദേശം എല്ലാ നഗരങ്ങളിലും പലതരം ട്രെയിൻ സേവനങ്ങൾ ലഭ്യമാണ്. പൊതുഗതാഗത മാർഗങ്ങൾ വളരെ കാര്യക്ഷമമായതുകൊണ്ട് തന്നെ യാത്രയ്ക്ക് വേണ്ടി ഇവ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വിനോദസഞ്ചാരികൾക്കായി പ്രത്യേകതരം യാത്രാ പാസുകൾ ലഭ്യമാണ്. അതുപയോഗിച്ച് ഒരു നിശ്ചിത സമയം വരെ പൊതുഗതാഗത മാർഗങ്ങൾ എല്ലാം സൗജന്യമായി ഉപയോഗിക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങളുടെ ഇന്റർലാക്കൻ യാത്രയിൽ ആ പ്രദേശത്ത് ലഭിക്കുന്ന പാസാണ് ബെർണർ ഓബർലാൻഡ് പാസ്. ഇതുപയോഗിച്ച് ബസ്, ട്രെയിൻ, മെട്രോ, കേബിൾ കാർ, ബോട്ട് എന്നിങ്ങനെ അവിടെയുള്ള എല്ലാ പൊതുഗതാഗത മാർഗങ്ങളും നിശ്ചിത ദിവസത്തേക്ക് ഞങ്ങൾക്ക് അൺലിമിറ്റഡായി യാത്ര ചെയ്യാൻ കഴിഞ്ഞു. ഇത്തരം പാസുകൾ എല്ലാ പ്രദേശങ്ങളിലും ലഭ്യമാണ്. ഒരു നിശ്ചിത ഫീസ് അടച്ച് ഈ പാസ് എടുത്താൽ യാത്ര തികച്ചും ലാഭകരമാവും. മാത്രമല്ല ചില പ്രധാനപ്പെട്ട ആകർഷണങ്ങളിലേക്കുള്ള ടിക്കറ്റ് വിലയിലും ഇളവ് ലഭിക്കും. ഇനി ഈ പാസുകളൊക്കെ എടുത്ത ശേഷം യാത്ര ചെയ്യാതിരുന്നാൽ അത് നഷ്ടമാണ്. ഇനി നഗരത്തിൽ നിന്ന് ഒരുപാട് മാറിയുള്ള ഗ്രാമപ്രദേശങ്ങളിലേക്കാണ് യാത്ര പോകുന്നതെങ്കിൽ കാർ വാടകയ്ക്ക് എടുക്കുന്നതായിരിക്കും ഉചിതം. ഇനി നിങ്ങൾ തിരഞ്ഞെടുത്ത നഗരത്തിലെ ആകർഷണങ്ങളിലേക്ക് എളുപ്പം എത്തിച്ചേരാൻ തക്കവണ്ണമുള്ള താമസ സ്ഥലം തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാത്ത പക്ഷം യാത്രയ്ക്ക് വേണ്ടി അധിക സമയം നൽകേണ്ടി വരും. അടുത്തായി ബസ് സ്റ്റോപ്പോ ട്രെയിൻ സ്റ്റേഷനോ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. മാത്രമല്ല സുരക്ഷിതമായ സ്ഥലത്താണോ താമസ സ്ഥലമെന്ന് ഉറപ്പുവരുത്തണം. അത്യാവശ്യം നല്ല ഗൂഗിൾ റേറ്റിംഗും റിവ്യൂസുമുള്ള ഹോട്ടലാണോ എന്നും നന്നായി ശ്രദ്ധിക്കണം. അതുപോലെ വിശ്വാസയോഗ്യമായ വെബ്സൈറ്റുകളിൽ നിന്ന് മാത്രം താമസ സ്ഥലം ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ലോകത്ത് എല്ലായിടത്തും നല്ല സ്ഥലങ്ങളും സുരക്ഷിതമല്ലാത്ത ഇടങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണെങ്കിൽ സുരക്ഷ മുഖ്യമായി നോക്കേണ്ട ഘടകമാണ്.
യാത്ര തിരിക്കും മുമ്പ് തന്നെ തിരഞ്ഞെടുത്ത നഗരത്തെക്കുറിച്ച് പരമാവധി വിവരങ്ങൾ അറിയണം. അവിടെ നിലനിൽക്കുന്ന സാമൂഹിക രാഷ്ട്രീയ പരിസ്ഥിതികൾ, സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങൾ, അവരുടെ രീതികൾ എന്നിങ്ങനെ എല്ലാം. ഇന്റർനെറ്റിൽ ഇവയെല്ലാം ലഭ്യമാണ്. ഇവ പരിശോധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പിന്നെ എവിടെ പോയാലും ഫോൺ ഫുൾ ചാർജ് ആക്കുക. മാത്രമല്ല ഫുൾ ചാർജായ പവർ ബാങ്കും കരുതുക. പിന്നെ സ്വയം സുരക്ഷാർത്ഥം ചെറിയ വിസിൽ കയ്യിൽ വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇനി യൂറോപ്പിൽ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻ്ററുകളുണ്ട്. എയർപോർട്ടുകളിൽ, റെയിൽവേ സ്റ്റേഷനിൽ, പിന്നെ അതത് നഗരങ്ങളിലും ഈ ഓഫീസുകളുണ്ട്. ആ നഗരത്തിലുള്ള എല്ലാ വിവരങ്ങളും വളരെ കൃത്യമായി ഇവിടെ നിന്ന് ലഭിക്കും. അവിടെയുള്ള എല്ലാ ആകർഷണങ്ങളുടെയും വിവരങ്ങൾ, മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ആഹാരങ്ങൾ, ഭക്ഷണശാലകൾ, സുരക്ഷിതമല്ലാത്ത ഇടങ്ങൾ എന്നിങ്ങനെയെല്ലാം. മാത്രമല്ല ട്രാവൽ പാസുകൾ, ആകർഷണങ്ങളുടെ പാസുകൾ എല്ലാം ഇവിടെ ലഭിക്കും. അതുപോലെ പുറത്തുള്ളവർക്ക് അധികം അറിയാത്ത അവിടെയുള്ള മനോഹരമായ ആകർഷണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കും. ഞങ്ങളുടെ എല്ലാ യാത്രകളുടെയും ഭാഗമാണ് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻ്ററുകൾ. നമ്മുടെ നാട്ടിലെ നാണയമല്ല യൂറോപ്പിൽ. അതും എല്ലായിടത്തും ഒരേ കറൻസിയുമല്ല. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്രമായി അംഗീകരിച്ച ട്രാവൽ ഫ്രണ്ട്ലി ക്രെഡിറ്റ് കാർഡുകൾ കരുതേണ്ടത് അത്യാവശ്യമാണ്. ഇവയ്ക്ക് കറൻസി കൺവേർഷൻ ഫീ കുറവായതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് ലാഭകരമായി ചിലവുകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇനി ചില്ലറ ഇനത്തിൽ സന്ദർശന രാജ്യത്തിലെ കറൻസി കയ്യിൽ കരുതേണ്ടതും അത്യാവശ്യമാണ്. കാരണം കാർഡ് എടുക്കാത്ത സ്ഥലങ്ങളുമുണ്ട്. അതുപോലെ ചിലയിടങ്ങളിൽ ഒരു നിശ്ചിത തുകയ്ക്ക് മുകളിലെ കാർഡ് പേയ്മെൻറ്റ് നടത്താൻ അനുവദിക്കുകയുള്ളൂ. ഇനി യൂറോപ്പിൽ ഇംഗ്ലീഷ് ഒരു പൊതുഭാഷയല്ലാത്തതുകൊണ്ട് തന്നെ ട്രാൻസ്ലേറ്റർ ആപ്പ് നിർബന്ധമായും ഫോണിലുണ്ടാകണം. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ മതിയാകും. സന്ദർശന നഗരത്തിലെ ട്രെയിൻ, ബസ് എന്നിവയുടെയൊക്കെ ആപ്പുകൾ ഉണ്ടാകും. അതുണ്ടെങ്കിൽ യാത്രയുടെ സമയം എളുപ്പം ക്രമീകരിക്കാൻ സാധിക്കും. അതുപോലെ എല്ലാവർക്കും അറിയുന്ന, എല്ലാവരുടെയും ഫോണിലുള്ള ഗൂഗിൾ മാപ്പ്. യാത്ര തിരിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെയുള്ള ആകർഷണങ്ങളും താമസ സ്ഥലവും പരമ്പരാഗത ഭക്ഷണശാലകളുമൊക്കെ ഇതിൽ മാർക്ക് ചെയ്തു വെച്ചാൽ യാത്രാവേളയിൽ വളരെ എളുപ്പമായി മാറും. നെറ്റ് ബാങ്കിംഗ് ആപ്പ് ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടാൽ വളരെ നല്ലതാണ്. കാർഡ് പേയ്മെൻറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടായാൽ പരിഹരിക്കാൻ ഇത് സഹായിക്കും. ഇനി സന്ദർശന സ്ഥലത്തെ ചില പ്രശസ്ത ആകർഷണങ്ങൾ ഓൺലൈനായി നേരത്തെ ബുക്ക് ചെയ്യേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം അതിൻ്റെ ടിക്കറ്റ് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. മാസങ്ങൾക്ക് മുന്നേ ടിക്കറ്റ് സോൾഡ് ഔട്ട് ആകുന്ന ആകർഷണങ്ങൾ വരെയുണ്ട്. അവിടെ എത്തിയ ശേഷം ടിക്കറ്റ് എടുക്കാമെന്നുള്ളത് ഉചിതമായ തീരുമാനമാകണമെന്നില്ല. യാത്രകൾ ഏറ്റവും എളുപ്പമാകുന്നത് ലഗേജുകൾ കുറയുമ്പോഴാണ്. ലഗേജ് കുറച്ചാൽ അത്രത്തോളം നന്ന്. സന്ദർശന സ്ഥലത്ത് പിന്നീടുള്ള യാത്രകൾക്ക് അത് എളുപ്പമാകും. പെട്ടികളേക്കാൾ ബാക്ക് പാക്ക് ബാഗുകളാണ് ഏറ്റവും ഉചിതം. സന്ദർശന സ്ഥലത്തെ കാലാവസ്ഥ അനുസരിച്ച് തന്നെയാവണം വസ്ത്രങ്ങൾ, ഷൂസ് എന്നിവയൊക്കെ തിരഞ്ഞെടുക്കേണ്ടത്. യാത്രയിടയിൽ മഴയുണ്ടെങ്കിൽ കുടയെടുക്കാനും മറക്കണ്ട. മഞ്ഞ് മൂടിയ പ്രദേശമാണെങ്കിൽ നല്ല കട്ടിയുള്ള ജാക്കറ്റും തെർമൽസും സോക്സും ഗ്ലൗസും തൊപ്പിയുമൊക്കെ അത്യാവശ്യമായി വരും. ഇവയൊക്കെയാണ് യൂറോപ്പ് യാത്രയ്ക്ക് ഒട്ടും ഒഴിച്ചുകൂടാനാവാത്ത വസ്തുതകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. യൂറോപ്പ് യാത്രാ വിവരങ്ങളുമായി വീണ്ടും എത്താം. നിർത്തട്ടെ.